നമുക്കറിയാം കേരളത്തിൽ 2-3 ദിവസം കൊണ്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതായത് സർവകലാശാല വൈസ് ചാൻസലർമാർ 3 പേര് RSS പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നുള്ള രീതി. അതിനെതിരെ VD സതീശൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ എല്ലാവരും വന്നിരുന്നു, സംസാരിച്ചിരുന്നു. ഇന്നലെ VD സതീശനെതിരെ K സുരേന്ദ്രൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതായത് RSSനോട് കളിക്കാൻ നിൽക്കണ്ട, പിണറായിയുടെയും മമതയുടെയും സ്റ്റാലിൻ്റെയും അവസ്ഥയായിരിക്കും സതീശന് ഉണ്ടാവുക എന്ന്. ഇതിലൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ദീർഘകാലം അധികാരത്തിലിരുന്ന 2 സ്റ്റേറ്റിലെ 2 മുഖ്യമന്ത്രിമാരാണ് പിണറായി വിജയനും മമതാ ബാനർജിയും. ഇപ്പോൾ ഒരു ജനവിരുദ്ധ ഒരു ഭരണം കാഴ്ചവെച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ BJPയുടെ അട്ടിമറി മൂലവും അവിടെ ഈ മമതയ്ക്ക് ബംഗാളിലെ ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. TMCയുടെ പ്രസക്തി അവിടെ അപ്രസക്തമാവുകയായിരുന്നു. ഇവിടെ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യപരമായ ഭരണവിരുദ്ധതയും കൂടാതെ CPMന്റെ അമിതമായ ഒരു രാജസ്നേഹവും രാജാവിനോടുള്ള സ്നേഹവും എല്ലാം കൊണ്ടാണ് ആ CPMന് കേരളത്തിലാകെ ഒരു അടി തെറ്റിയിരിക്കുന്നത്. അവരുടെ ആ ഒരു 2 പേരുടെയും പതനത്തിന് കാരണം അവരുടേതായിട്ടുള്ള ഒരു ഭരണവിരുദ്ധത അല്ലെങ്കിൽ വീഴ്ചയുമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതല്ല, ഒരാൾക്കും K സുരേന്ദ്രന്റെ അവസ്ഥ വരരുത് എന്നുള്ളതാണ്. അതായത് ഇതുപോലെ രാഷ്ട്രീയത്തിൽ ഇതുപോലെ വെറും എന്താ പറയുക, എടുക്ക ചീട്ടായിട്ടുള്ള ഒരു ജോക്കർ എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ K സുരേന്ദ്രന്. അത് എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ, ഏതൊക്കെ കാലത്ത് മത്സരിച്ചിട്ടുണ്ടോ, ഒരു കൗൺസിലർ പോലും ആകാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു K സുരേന്ദ്രന് കഴിഞ്ഞിട്ടില്ല. പണത്തിന്റെ പവറിൽ ഇന്നലെ വന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്ന് എത്തിയിരിക്കുന്നത് നിയമസഭയിലാണ്. ഈ ഒരു നേട്ടം പോലും K സുരേന്ദ്രൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ K സുരേന്ദ്രൻ ഏറെക്കുറെ BJPയിൽ നിന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ ഏറെക്കുറെ ഏറിലാണ്. എപ്പോഴൊക്കെ വാതിർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഏറിൽ പോയ ഒരു ചരിത്രമാണ് K സുരേന്ദ്രനുള്ളത്. ആ K സുരേന്ദ്രൻ VD സതീശന് മാർക്കിടാനുള്ള ഒരു അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്ന് മാത്രമല്ല ഒരാൾക്കും ഈ K സുരേന്ദ്രന്റെ ഒരു വാക്കും അത് മുഖവിലൊക്കെ എടുക്കേണ്ടതെന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ തമിഴ്നാട്, കേരളം ഒക്കെ ഉള്ളൂ RSSന് അല്ലെ BJPയുടെ കയ്യിൽ കിട്ടാതിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു മമത ശരി, വെസ്റ്റ് ബംഗാളില് മമത അവിടെ BJP അധികാരത്തിൽ വന്നു സമ്മതിച്ചു. പക്ഷെ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാടിലോ പിണറായിയോ അല്ലെങ്കിൽ സ്റ്റാലിനോ തോൽക്കാൻ കാരണം RSSകാരല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? അത് ഈ പൊട്ടക്കണറ്റിലെ തവളകൾ അല്ലെങ്കിൽ കൂപമണ്ഡൂകം എന്നുള്ളൊരു പ്രയോഗം അറിയാലോ, അതാണ് ശരിക്കും കിണറ്റിലെ തവളയാണ് ഇപ്പോഴും K സുരേന്ദ്രൻ. കാരണം സ്വന്തം കാലിൻ്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാതെ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചേർത്ത് അപഖ്യാതി ഉണ്ടാക്കി പറഞ്ഞാൽ കുറച്ചെങ്കിലും മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ കുറച്ച് അറ്റൻഷൻ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും സുരേന്ദ്രന്റെ ഈ ജൽപ്പനങ്ങൾ. ഇപ്പോൾ BJPയിൽ തന്നെ ഈ ഒരു K സുരേന്ദ്രനെ യാതൊരുവിധ പ്രസക്തി ഇല്ലാതായി. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. അതായത് K സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിപദത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന്. അതെല്ലാവരും ഞെട്ടി. K സുരേന്ദ്രൻ എങ്ങനെ അങ്ങോട്ട് എത്തും? K സുരേന്ദ്രനോട് ഇത് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, ഞാനല്ല ഇത് പറഞ്ഞു വരുത്തിയെന്നാണ്. അത് അദ്ദേഹത്തിന് തന്നെ അറിയാം, തനിക്കിനി ഇവിടെ ഒരു കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഇനി ഒരു പദവി BJPയിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതിന് തടയിടാനുള്ള പണിയെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഈ ഒരു രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തുടരുന്നത് തന്നെ. കാരണം ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ഇന്റേണൽ വാറുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യം. അത് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ ആ പ്രചരണ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ആ ഒരു ഫേസ് വാല്യൂ അല്ലെങ്കിൽ അതെല്ലാം കൂടുന്ന സമയത്ത് ഇപ്പുറത്തൊരാൾ തികച്ചും ഏക മൗനിയായി വടക്കൻ കേരളത്തിലെ ഏറ്റവും മൂലയ്ക്ക് മഞ്ചേശ്വരത്ത് ഒതുങ്ങി കൂടുക ഒരു അവസ്ഥയായിരുന്നു. ഏറ്റവും തുച്ഛമായ വോട്ട് ലഭിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടതെന്ന് മാത്രമല്ല, ഇപ്പോൾ ആ ഒരു BJPയിലെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഇപ്പോൾ ഒരു അസാധുവായി തുടരുകയാണ് K സുരേന്ദ്രൻ. ആ K സുരേന്ദ്രനാണ് ഇപ്പോൾ VD സതീശനെയും അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും RSSനോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് പറയുന്നത്. ഈ RSSന്റെ എല്ലാവിധ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് K സുരേന്ദ്രനല്ല. K സുരേന്ദ്രൻ വെറുതെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് താൻ ഈ ഒരു പാർട്ടിയിൽ ഉണ്ടെന്നുള്ള ഒരു വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ മറ്റൊരു കാര്യം കൂടെ തെളിഞ്ഞു വന്നു. കാരണം സർവകലാശാല കാവ്യവൽക്കരണമാകൂ എന്നുള്ള ഒരു പ്രസ്താവന. അതായത് ഇപ്പൊ 3 വൈസ് ചാൻസലർമാരെ വന്നിട്ടുള്ളൂ. ഇനി വി.ഡി. സതീശൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മൊത്തം VC-മാരെയും ഇങ്ങനെ പങ്കെടുപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തി. അപ്പൊ എന്താ സർവകലാശാലയെ കാവ്യവൽക്കരിപ്പിക്കും എന്നുള്ളൊരു ഇതല്ലേ അദ്ദേഹം കാണിക്കുന്നത്? അല്ല, കെ സുരേന്ദ്രൻ ഒരാൾ മാത്രം തീരുമാനിച്ച സർവകലാശാല കാവ്യവൽക്കരണം നടക്കണമെന്നില്ല. അതിന് ഇവിടെ അതിൻ്റെതായിട്ടുള്ള സംസ്ഥാന ഭരണകൂടമുണ്ട്, അതിൻ്റെ നയിക്കുന്ന മന്ത്രിമാരുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു VC-മാർക്ക് പകരം ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ കെ സുരേന്ദ്രൻ എന്ന് BJP-യിൽ നിന്ന് പുറത്തു പോകുന്ന പോലും കെ സുരേന്ദ്രന് പറയാനാവില്ല. കാരണം അത്രയേറെ പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷനിലാണ് കെ സുരേന്ദ്രൻ കടന്നു പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇതുപോലെ സർസംഘചാലക്ക് അതുപോലുള്ള ഒരു RSS പ്രോഗ്രാമിൽ 3 VC-മാർ പങ്കെടുത്തിരുന്നു. ആ സമയത്തൊന്നും വാ തുറക്കാൻ കെ സുരേന്ദ്രന് ഇവിടെ നാവ് പൊന്തിയില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും, അതായത് 2 പേരുടെ അടുത്തും 2 നയമാണെന്നുള്ളത്. ഇപ്പൊ 2 പേരെ ഒരുമിച്ച് വെല്ലുവിളിക്കുമെങ്കിലും ഭരണത്തിൽ ഇരിക്കുന്ന ആൾക്കാരോടനുസരിച്ചാണ് ഈ കെ സുരേന്ദ്രന്റെ വെല്ലുവിളി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പരമാവധി ഈ കെ സുരേന്ദ്രനെ അവഗണിക്കുക അല്ലെങ്കിൽ കേൾക്കാതിരിക്കുക എന്ന് ചെയ്താൽ മാത്രമേ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. കാരണം കെ സുരേന്ദ്രൻ ഒന്നുമല്ല ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ. കാരണം ഇപ്പോൾ ഞാൻ കുറച്ചു നേരം പറഞ്ഞില്ല, എടുക്കാത്ത ചീട്ട് പോലെ മടങ്ങിപ്പോയ ഒരു കോമാളിയുടെ ഒരു രൂപമാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ. താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു തെളിയിക്കാൻ, അല്ലെങ്കിൽ താൻ BJP-കാരനാണെന്ന് കാണിക്കാനുള്ള ഒരു പ്രകടനം മാത്രമായിരുന്നല്ലേ ഒരു പോസ്റ്റ്. അത് മാത്രമല്ല, ഇപ്പോൾ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ പറ്റാത്ത ഒരു ഭാഗ്യദോഷിയായി പോയി കെ സുരേന്ദ്രൻ. ആ സുരേന്ദ്രന് ഇതുപോലെയെങ്കിലും ഒരു 4 ആൾ അറിയുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലേ ഇനിയെങ്കിലും കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ കടന്ന ജൽപ്പനങ്ങൾ. നമുക്കറിയാം BJP-ക്ക് ഉള്ളതാണ്, കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്താവനകൾ അവരെ ഉള്ളവരെ ഒരു അകൽച്ച പോലെ. ഇപ്പൊ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, അങ്ങയുടെ കൂട്ടുകാരായ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും PF അടക്കമുള്ളവരെ എല്ലാവരെയും അങ്ങയെപ്പോലെ കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്നുള്ള രീതിയിൽ. അപ്പം ഇതിലും വർഗീയത കുത്തിക്കയറ്റാൻ നോക്കിയിരിക്കുകയാണല്ലേ. ഈ വർഗീയതയുടെ നോ കോംപ്രമൈസ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അടുത്താണ് കെ സുരേന്ദ്രന്റെ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന. ഇതിപ്പോ ആ ഒരു കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ആ ഒരു സെന്റൻസ് കഴുത, അത് തന്നെയാണ് ഇപ്പോ കെ സുരേന്ദ്രന്റെ ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതൊരു പ്രസ്താവനയിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട്, PFI, വെൽഫെയർ അതുപോലുള്ള പാർട്ടികളെ തിരികെ കയറ്റിയില്ലെങ്കിൽ കെ സുരേന്ദ്രൻ ഉറക്കം വരില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഒരു ന്യൂനപക്ഷ പരമായിട്ടുള്ള കുറച്ച് സംഘടനകളെ സർക്കാരിനോട് ചേർത്ത് പറഞ്ഞാൽ ആ ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ ഇടിയുമെന്നാണ് കെ സുരേന്ദ്രന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് എപ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ PFI, സമസ്ത അതുപോലുള്ള ന്യൂനപക്ഷ സമുദായങ്ങളെ ചേർത്ത് ഇവർ തമ്മിൽ രഹസ്യ അവർ തമ്മിൽ വർഗീയ ശക്തികളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ പറയുന്നത്. കൂടാതെ മുസ്ലിം ലീഗിനെയും കണക്കറ്റ് വിമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ ഈ മന്ത്രിസഭാ രൂപീകരണം, ആ സമയത്തെല്ലാം കെ സുരേന്ദ്രൻ ഈ ഒരു മുസ്ലിം ലീഗിനെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവരെ വളരെ രൂക്ഷമായി വിമർശിച്ച പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ ഒരു കെ സുരേന്ദ്രനെ ആരും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കെ സുരേന്ദ്രന് മതേതര കേരളത്തിൽ കൊടുക്കുന്ന മാർക്ക് വെറും വട്ടപൂജ്യം. അതായത് ഇയാൾക്ക് കിട്ടുന്ന വോട്ടിനനുസരിച്ചാണ് ഇയാൾക്ക് കിട്ടുന്ന വില എന്നാണ്. വട്ടപൂജ്യമാണ് ഇയാൾ കേരളത്തിനുള്ളിൽ. അതാണ് ഇപ്പോൾ ഇവർക്ക് നമ്മുടെ ഈ മതേതര കേരളം അല്ലെങ്കിൽ സാക്ഷര കേരളം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഗീയവാദിയായിട്ടുള്ള ഒരു കെ സുരേന്ദ്രന് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു വിലാപത്തെ കേരളം പരമപുച്ഛത്തോടെ തള്ളിക്കളയും, അത് ഉറപ്പാണ്.